ജേക്കബ് ചേട്ടാ 1:30 ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 1:30 ഇപ്പം സമയം. എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. രാത്രി 1:30 ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണേ. വൈഫ് വന്ന് കോക്കിലാവ എടിവാടി എന്നൊക്കെ വിളിക്കുന്നു. ഇത് എവിടുത്തെ സംസ്കാരം? ഇത് ഞാൻ ഫാദർ ഡോക്ടറിൻ്റെ ഞാൻ ഹസ്ബൻഡ് വൈഫ് എങ്ങനെ സഹിക്കും? അങ്ങനെ ബാല ലീഗലി മൂവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന എലിസബത്തിന്റെ പേരിലും ചെകുത്താന്റെ പേരിലും അമൃതയുടെ പേരിലൊക്കെ കേസുമായിട്ട് ഈ ബാല രംഗത്ത് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ പേരിലും ഈ പറയുന്ന എടി പൊടി വാടി എന്നൊക്കെ മനഃപൂർവ്വം, ഞാൻ പറഞ്ഞില്ല 2 ദിവസം മുമ്പ് ഇയാൾ വന്നത് എന്തിനാണ്, ഈ പറയുന്ന കോകിലെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ഒന്നുകൂടെ നിങ്ങളോട് പറയണം, ജസ്റ്റിസ് ഫോർ എലിസബത്ത് അത് തന്നെ നിങ്ങൾ താഴെ കൊടുക്കണം. ഹാഷ്ടാഗ് അടിച്ച് തന്നെ കൊടുക്കാൻ വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ കൊടുക്കാൻ വേണം. പിന്നെ ബാലയുടെ കാര്യം സംസാരിക്കുന്ന മുമ്പ് എലിസബത്തിന്റെ ഒരു വോയിസ്, അതായത് ഈ ബാല മൂന്നാമതൊരാൾ, അതിപ്പോ ഒരു ഭാര്യ ഭർത്താവും, നിങ്ങൾ സ്ത്രീകളോടാണ് ഈ പറയുന്നത്, ഭാര്യ ഭർത്താവ് ഉള്ള സമയത്ത് മൂന്നാമതൊരാളുടെ റൂമിലോട്ട് കയറ്റി കൊണ്ടുവരുവാണെങ്കിൽ അവൻ എത്രമാത്രം ചെറ്റയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരുത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ബാല. അവനപ്പോൾ ഏത് തരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ആ ഒരു വോയിസ് ഈ ഒരു വിഷയം വന്ന സമയത്ത് ഈ പറയുന്ന എലിസബത്ത് അത് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വോയിസ് ഒന്ന് നിങ്ങൾക്ക് വെച്ച് തരാം, നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിനും കൊടുക്കണേ. ഒരു എസ്സേ പോലുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഈ കമന്റ് എന്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് കൊടുക്കണം. ജേക്കബ് ചേട്ടാ 1:30 ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 1:30 ഇപ്പം സമയം. എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. രാത്രി 1:30 ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണേ. അല്ല, വലിഞ്ഞേറി വന്നല്ല. ശരി നാവിടെ അളക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പെണ്ണുള്ള സമയത്ത് രാത്രി 1:30 അപ്പോൾ ആണുങ്ങളെ വിളിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഇവനെ ഏത് തരവാന്ന് ഞാൻ പറയാനോ മനസ്സിലാവല്ലോ. ഇവനെ എന്ത് വിശ്വസിച്ചാണ് ആ പെണ്ണ് അത്ര നാൾ അവിടെ നിന്നെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങടുത്ത് നിങ്ങൾ ആരെങ്കിലും കാണിക്കുമോ? ഇത് കാണുന്ന ആണുങ്ങളോട് ഈ ഒരു ചോദ്യം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മറുപടി വേണമെങ്കിൽ തരാം, അല്ലാത്തവന്മാർക്ക് വേണമെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വിഷയത്തിലാണ് ഇവൻ ആണും പെണ്ണും കെട്ടാൻ എന്നിട്ട് ഇപ്പം വന്നിട്ട് ഈ മാതിരി വർത്താനം പറയുന്നത്. എന്തായാലും അണ്ണൻ ന്യൂസിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. വൈഫ് വന്ന് കോക്കിലാവ എടിവാടി എന്നൊക്കെ വിളിക്കുന്നു. ഇത് എവിടുത്തെ സംസ്കാരം? ഇത് நான் ஃபாதர் டாக்டர்ன்றா நாங்கள் ஹஸ்பண்ட் ஒய்ஃபு எங்கே சகிக்கும்? இது ஒரு ஃபுல் ஸ்டாப் வேண்டே. இது வந்து ஒரு சீரீஸ் மாதிரி போகுதுப்பா, வெப் சீரிஸ் இல்லை, எபிசோடா. நான் யாரை குறித்து പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ബാലയുടെ സൈഡിൽ ഒരുത്ത് നിൽക്കുന്നുണ്ടല്ലേ, ആരാ? ജേക്കബിനെ ഇറക്കിയപ്പോഴേ നമുക്കറിയാമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോകിലും കൂടെ വന്നപ്പോഴത്തേക്ക് കാര്യം കൺഫേം ആയിട്ടുണ്ട്. അണ്ണൻ റൂട്ട് മാറ്റി പിടിക്കാൻ പോവാണ്. ഇവരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേറെ ലെവലാക്കി മാറ്റാം. ഇപ്പൊ കോകിലെ രംഗത്ത് കൊണ്ടുവന്നിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്നു, ഇപ്പൊ കേസുമായി. അപ്പൊ ഇവന്റെ ബുദ്ധി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും അപ്പുറമാണ് ഈ ബാല എന്ന് പറയുന്ന ഈ കഥാപാത്രം. വെറും ചെറ്റ പരിപാടിയായിട്ട് ഇറങ്ങല്ലേ എന്റെ പൊന്നണ്ണ. ഒരു കാര്യം ഞാൻ പറയാം, ചെറ്റ പരിപാടിയാട്ടോ, ചെറ്റ പരിപാടി. എന്തായാലും ബാക്കി കൂടെ കേൾക്കാം. ഞാൻ റേപ്പ് ചെയ്യുന്ന ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ആളാ. 1.5 വർഷം 2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു സ്ത്രീയെ. ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്, പിന്നെ റേപ്പ് ചെയ്താൽ അതെങ്ങനെ റേപ്പാവും? അതെന്താ റേപ്പല്ലയോ? ഓരോ വട്ടം ചെയ്താൽ അത് റേപ്പം തരാം. നീ ഇപ്പോൾ ഒരാളെ റേപ്പ് ചെയ്തെന്ന് വെച്ചോ, എന്നിട്ട് നീ പോയി അതിന്റെ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നീ പിന്നെയും ചെയ്യുമ്പോൾ അത് റേപ്പ് തന്നെയാടാ. നീ പൊട്ടനാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആ എലിസബത്ത് ആ വീട്ടിൽ മാനസികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവന് ആവശ്യമുള്ളപ്പോൾ മാത്രം വേലക്കാരന്റെ മുമ്പിട്ട് കയറി പിടിക്കാൻ പോകുന്ന, ചെയ്യാൻ പോകുന്നില്ല, വലിയ അണ്ണ ഇല്ല കസാരയൊക്കെ തൂക്കി. ഇവനാര്? സരോജ് കുമാറോ? നീ ആരാ? സരോജ് കുമാറോ? അറിയാമത്തുള്ളൂ. കള്ളൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് വന്നിട്ട് ബാട്ടി ചെള്ളമ്മേ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാനാണ് നാണം കെട്ടവനെ. എന്നിട്ട് ഇപ്പൊ വരുന്ന റേപ്പ് നേരം 3-4 കെട്ടിയിട്ട് അപ്പൊ തന്നെ നിന്റെ സോക്കേട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഹസ്ബൻഡ് എവിടെ പറഞ്ഞ് ചോദിച്ചത് ഒരു ഡോക്ടർ. അപ്പോൾ അതിന് മറുപടി എന്താ പറഞ്ഞിരുന്നത്? അത് ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നു, 3 ആഴ്ച പറഞ്ഞിരുന്നു. 2 അറിയില്ല 2 ആഴ്ച. അപ്പോൾ ഒരു പെണ്ണു ഇവർ ഡോക്ടർ, அந்த പയ്യൻ ഒരു മലയാളി ഡോക്ടർ. ഓക്കെ, 2 പേർ പ്രൊഫഷണൽ ഡോക്ടറും ആക്ടറും പിരിഞ്ഞ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറയാം. 2 പേരും ഡോക്ടേഴ്സ് എന്തുകൊണ്ട് 2 ആഴ്ചയിൽ സെപ്പറേറ്റ് ആയിട്ട്? അപ്പോൾ ഒരു ചോദ്യം വരില്ലേ, ജസ്റ്റിസ് ഫോർ എലിസബത്ത്, ജസ്റ്റിസ് ഫോർ മെയിൽ ഡോക്ടർ ഞാൻ சொன்னா എത്ര പേര് അംഗീകരിക്കും? അയാളുടെ ജീവിതം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്?
അവന്റെ ജീവിതം എന്തായി? 14 ദിവസം ഈ പറയുന്ന എലിസബത്ത് ഒരാളെ കല്യാണം കഴിച്ച് ജീവിച്ച് അവര് പിരിയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നീ തന്നെ പറ. നിനക്കാണല്ലോ ഇത്ര ചെയ്ത കാര്യങ്ങൾ. നിന്നെപ്പോലെ 3-4 ഒന്നും കെട്ടിയൊന്നും ഇല്ലല്ലോ. നിന്നെപ്പോലെ തന്നെ ഒരു സൈക്കോ ആയിരിക്കും അത്. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാണ്? അവരുടെ മാനസികാവസ്ഥയും കാര്യങ്ങളും ഒക്കെ അവർ വന്ന് പറഞ്ഞപ്പോ അവരെ ഇതാക്കുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ കെട്ടിയ? ഓക്കെ, നീ ഇത്രയും പറയുന്നു, നീ എന്തുകൊണ്ട് അവളെ കെട്ടി? അവൾ മോശക്കാരിയായിരുന്നു. ഈ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ടെന്നല്ലേ പറയുന്നത്? ഓക്കെ, ഈ പറയുന്നവർ ഭയങ്കര മോശക്കാരിയായിരുന്നു, താങ്കൾ എന്തുകൊണ്ട് കിട്ടി? അല്ല, അതും കൂടെ താങ്കളൊന്ന് പറഞ്ഞതാ. ഞാൻ ചെന്നൈയിൽ ഒരു കാര്യം പറഞ്ഞത് അതിപ്പോ സത്യമായില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഒരു മാസീവ് അറ്റാക്ക് ഒരാളല്ല, എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു ക്യാപ്റ്റൻ ഉണ്ട്, 4-5 പേരാ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടല്ലേ? 2 യൂട്യൂബേഴ്സ് കൈ കൊടുത്തൊക്കെ കണ്ടായിരുന്നു നിങ്ങൾ? ആരാണ് ഈ യൂട്യൂബേഴ്സ്? ഈ 2 പേര് അത് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. ഇത് ആര് അറ്റാക്ക് ചെയ്യുന്നതെന്നാ? നിങ്ങളെ എന്തിനാ അറ്റാക്ക് ചെയ്തിട്ട് എന്തിനാണ് നിങ്ങൾ തന്നെ പറ. ഞങ്ങൾക്ക് ഒരു ആവശ്യമില്ല നിങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടോ നിങ്ങളുടെ ഇത് കാണിച്ചത്. നിങ്ങൾ പറയുന്ന ഓരോ കള്ളങ്ങൾ ഇവിടെ പുറത്ത് കൊണ്ടുവരികയാണ്. സത്യം പറയാലോ ഭയങ്കര ഷെയിമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇയാൾ എന്തൊക്കെയോ വന്ന് വിളിച്ചു പറയുന്നു, ഭയങ്കര ഇതായിട്ട് വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. கொஞ்சம் கூட மனசாட்சியே இல்லாம ரொம்ப அசிங்கமா பேசுறாங்க. இதெல்லாம் எப்படி என்னால இது பண்ண? ഇതിപ്പോ കോകിലെ ഇറക്കിയത് എന്തിനാ? അതാ ഞാൻ ആലോചിക്കുന്നത്. കോകിലെ ഇറക്കിയപ്പോഴേ മനസ്സിലായി ഈ പറയുന്ന വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഇപ്പൊ കോകിലെ ഇടിപൊടിയെന്ന് വിളിച്ചെന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കുമ്പോൾ അത് വേറെ രീതി പോകും. അണ്ണന്റെ ഭയങ്കര ബുദ്ധി തന്നെ. സീരിയസ് മാറി ഒരു ഹസ്ബൻഡ് വൈഫ് ഡാമേജ് പண்றீங்க. ഒരു പേഷ്യന്റിനാണ് ജീവിതം മുഴുവൻ ഞാൻ ടാബ്ലറ്റ്സ് കഴിക്കണം, മനസമാധാനമായിട്ട് ജീവിக்கிறேன். ചത്തുപോയ എനിക്ക് തിരിച്ച് ജീവൻ ദൈവം കൊടുത്താ ഇപ്പൊ அந்த ജീവൻ എടുക്കുന്നதுக்காக ശ്രമിக்கிறீங்களா? നിങ്ങൾ മരണക്കിടക്കെ കിടന്നപ്പോൾ ആ സമയത്ത് എലിസബത്തെ ഉള്ളായിരുന്നു. നിങ്ങൾ ഒരുപാട് സ്ത്രീകളെ വിളിച്ചിട്ട് എന്തുകൊണ്ട് ആരും വന്നില്ല? എലിസബത്ത് അല്ലായിരുന്നു ഓടി വന്നത്. രാത്രി ഏതോ ഒരു ദൂര സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ടി അവർ വന്നതും കൂടെ നിന്നതും നിങ്ങളുടെ ഈ അസുഖം മാറുന്നവരെ. എന്നിട്ടോ നിങ്ങൾ കൊടുത്തത് എന്തുവാണ്? പട്ടി വില മാത്രം. അവരുള്ള സമയത്ത് വേറൊരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് മാനിയും ചമയുന്നു. നാണമില്ലയോ മനുഷ്യ? ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ കല്യാണം കഴിക്കും, എനിക്ക് കുടുംബ ജീവിതം വേണം, എനിക്കും കുട്ടികൾ വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു കുട്ടി ജനിക്കുന്നത് ആർക്കും ഇഷ്ടമില്ലേ? അതൊക്കെ ബ്രോന്റെ ഇഷ്ടമാണ്. ബ്രോനെ കൊണ്ട് പറ്റുവാണെങ്കിൽ അതൊക്കെ ചെയ്ത് അതായിരിക്കും നല്ലത്. അത് ഇന്ന് വരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചാലല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അവർ ഡോക്ടറല്ലേ, വിദ്യാഭ്യാസമുള്ള ഡോക്ടറെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കില്ല. അത് സിറ്റി കമ്മീഷണർ ചെന്നൈയിൽ റെക്കോർഡ് അന്നേനെ കംപ്ലൈന്റ് കൊടുത്തില്ല, അന്നേനെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ് എല്ലാം കാണിച്ചു. എലിസബത്ത് പണ്ട് തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് ഈ കേസിനും കാര്യത്തിനൊന്നും പോകാൻ വയ്യ. അവർ പേടിച്ചാണ് ഇത്രയും നാളും ജീവിച്ചത്. ഇയാളെ ഗുണ്ടകളെയൊക്കെ എല്ലാവർക്കും അറിയാത്ത കാര്യങ്ങൾ തന്നെ. അതുകൊണ്ട് തന്നെയാണ് അവർ മനഃപൂർവ്വം ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാഞ്ഞത്. ഇപ്പം വന്നിട്ട് ചേട്ടാ ഇങ്ങനെ പ്രസംഗിക്കല്ലേ, അവർ നിങ്ങളെ പേടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഗുണ്ടകളെയും നിങ്ങളുടെ ആളുകളെയും നിങ്ങളുടെ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് അവരൊരു കാര്യത്തിന് ഇറങ്ങാഞ്ഞത്, കേസിനും പോകാഞ്ഞത്. ചിലപ്പോൾ താങ്കൾ ഒന്ന് കളഞ്ഞാലെന്നുള്ളൂ പേടിച്ചിട്ട് തന്നെ. പോലീസിന്റെ വീട്ടിലേക്ക് എത്തിയത് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പോലീസ് വന്നു. പക്ഷേ എന്തിനാ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു ചോദിച്ചില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും, സംഭവം അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പോലീസ് കംപ്ലൈന്റ്? അത് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നു. She is a harbor depression patient. എന്തുകൊണ്ട് 2 ആഴ്ചയിലാണ് ഫസ്റ്റ് മാരേജ് പോയത്? അവൻ ഡോക്ടർ, അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു, മെന്റലി അൺസ്റ്റേബിൾ. താങ്കൾ പറഞ്ഞു വരുന്നത് എലിസബത്തിന് മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? അതുകൊണ്ടാണോ അവരുടെ ഭർത്താവ് വിട്ടിട്ട് പോയത്? ഓക്കെ, ഇത്രയൊക്കെ നിങ്ങൾ വീരവാദം പഠിക്കുന്നു, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചു? ഞാനതാ ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചു? ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയായിരുന്നു ഈ എലിസബത്തിനെ കെട്ടിക്കൊണ്ടുവന്നത്? എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? എന്തോ ഈ ബാലയുടെ കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം എങ്ങനെയൊക്കെയാണ് ഇതിപ്പം മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. 1-2 ആഴ്ചയായി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ മനസ്സമാധാനം തകർക്കാനായിട്ട് കറക്റ്റായിട്ട് സ്റ്റോക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ എപ്പിസോഡ് പോലെയാണ് ഇവർ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ്. ഒരുപാട് ഒരാൾ പരാതി കൊടുക്കുന്നതോ ആ പരാതിക്ക് നമ്മൾ നിയമപരമായി അഡ്രസ്സ് ചെയ്യുന്നതോ പോലെയല്ല ഇത്. ഇത്തരത്തിൽ ഓറലായിട്ട് വാശിയാലെ കുറേ ആരോപണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്നേ വരയ്ക്കും ഒരു പ്രോപ്പർ പോലീസ് കംപ്ലയിന്റ് കൊടുക്കാനോ ആ തരത്തിൽ മുന്നോട്ട് വരാനോ അവർക്ക് കഴിയാത്തത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വക്കീൽ ഒരു നിയമ കാര്യമായി ബന്ധപ്പെടുന്ന അഭിഭാഷകരുടെ നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കൃത്യമായി അവർക്ക് തെളിവുകളില്ലാത്തതുകൊണ്ടാണ്. ഓരോ തെളിവുകളാണ് മേഡം ഇപ്പൊ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇയാളുടെ ഓരോ രീതികൾ, ഇയാളുടെ ഓരോ സംസാരങ്ങളും എല്ലാം, ഇയാൾ എന്തായിരുന്നു അവരുടെ അടുത്ത് നിന്നത്, അതൊക്കെയാണ് അവർ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് മണ്ടന്മാരൊന്നും അല്ല. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ഈ വിഷയങ്ങൾ വന്നതിന് ശേഷമാണ് വന്നത്. ഒരാളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മേഡം, രാത്രി 1 മണി 2 മണിക്കൊക്കെ ഒരു അന്യപുരുഷനെയൊക്കെ കയറ്റിക്കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ പറയുന്ന ബാലയുടെ സൗണ്ടല്ലേ, വേറെ ആരുടെയൊന്നും അല്ലല്ലോ. കോപ്പിറൈറ്റ് ഉള്ള ചാനലിലെ വീഡിയോസ് എടുത്തുകൊണ്ട് ആ വീഡിയോസിന്റെ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് പല യൂട്യൂബർമാരും അങ്ങനെയാണ് അത് വന്ന് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് റീപബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും പല വീഡിയോസ് നിങ്ങൾ കണ്ടാൽ അറിയാം. പല രീതിയിലും വികൃതമാക്കിയും അവര് ഈ ബാലേനെയും കോകിലേനെയും എങ്ങനെയൊക്കെ ഹറാസ് ചെയ്യാമോ, സൊസൈറ്റിയുടെ മുമ്പിൽ തരം താഴ്ത്താമോ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്താണ് വീഡിയോസ് ഒക്കെ പ്രചരിപ്പിക്കുന്നത്. എടാ, ഇവര് പറയുന്ന കാര്യമല്ലേ ആൾക്കാർ ഇവിടെ ചർച്ച ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇയാളും ഇവരും ഒക്കെ വന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ആരും ഇവിടെ ഉണ്ടാക്കി പറഞ്ഞിട്ടൊന്നുമില്ല, കള്ളങ്ങളും വെച്ചിട്ടില്ല. എന്റെ പൊന്നണ്ണ, ഇത് ഏത് പുള്ളിയാണ് ഈ കിടന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തായാലും മേഡം സംസാരിക്കും ബാക്കി.
ഉന്നയിക്കുന്നത് അത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിലെ വീഡിയോയും ഫോട്ടോസും അവർ സന്തോഷമായി അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് എടുത്തുകൊണ്ട് ഇവർക്ക് അത് വികൃതമാക്കിയിട്ട് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇപ്പം എല്ലാവരും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ പറയുന്നത്. കോകിലയും ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വന്നിട്ട് ബോഡി ഷേമിംഗ് ചെയ്യുക, വളരെ ചീത്ത രീതിയിൽ സംസാരിക്കുക, ഇതൊക്കെ അവരുടെ പബ്ലിക് പ്രൊഫൈലിലാണ് അവർ ഇടുന്നത്. ഇതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്. എന്നിട്ട് ആ വ്യൂസിൽ നിന്ന് അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അത് നിയമവിരുദ്ധമായി ലഭിക്കുന്ന വരുമാനം തന്നെയാണ്. ഒരാളെ പക്ക ഡിഫെയിം ചെയ്തുകൊണ്ട് അൺലോഫുള്ളി ഗെയിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ കാണിക്കുന്നതിനും പറയുന്നതിനും ഒന്നും കുഴപ്പമില്ല. അപ്പം യൂട്യൂബേഴ്സിന്റെ തലയിലായി ഇപ്പം വന്ന് കാര്യങ്ങളൊക്കെ. അതെന്താ മേഡം ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നേ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുവാണ്. ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതൊക്കെ ആരാണ് വിളംബരം ചെയ്തത്? അണ്ണൻ തന്നെ അല്ലയോ? അണ്ണൻ്റെ ഓരോ കള്ളങ്ങൾ ഇങ്ങനെ തൂക്കിയപ്പോഴല്ലേ ഇപ്പം നിങ്ങൾക്ക് കുരു പൊട്ടിയത്? കഷ്ടം. 250 കോടിയുള്ളതിൻ്റെ ഇതാണോ കുത്തലാണോ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഞാനും കോകിലയുടെ ഇഷ്ടപ്രകാരമാണ് அந்த യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയത്. ഒരു കുക്കിംഗ് ചാനൽ. വേറെ അതിലൊന്നും മോശമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും ഡിസ്കഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. അവരിപ്പോൾ കാശ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് എത്ര നഷ്ടം? ഇപ്പം നഷ്ടമില്ല. ഞാൻ കേസ് കൊടുത്താൽ തിരിച്ചു തരുവാനില്ല. എൻ്റെ പേര് പോയി, എൻ്റെ കരിയറിലെ ബാഡ് നെയിം, സമുദായത്തിലെ സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ഞാൻ ഒരു റേപ്പിസ്റ്റ്. എന്നെ 19 വയസ്സ് താഴെ ഇരിക്കുന്ന പെണ്ണെയും 60 വയസ്സ് മേലെ അമ്മമാണ് എനിക്ക് സെക്ഷൽ പ്രയോറിറ്റി എന്ന് പറയുന്നു. എന്താ ഇത്? അസിംഗല്ല. ഒരു അമ്മ പ്രായത്തിലൊക്കെ എനിക്ക് സെക്ഷലി ഭയങ്കര ഇഷ്ടമുണ്ട്. ഇങ്ങനെ ഒരു ഡോക്ടർ സംസാരിക്കുമോ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ സംസാരിക്കുമോ? അല്ല മെന്റൽ പേഷ്യൻ സംസാരിക്കുമോ? അപ്പൊ ഈ പറയുന്ന എലിസബത്തിന് ഭ്രാന്താണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. കഷ്ടം. എന്റെ പൊന്നു ബാലെ. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ തെളിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ രംഗത്ത് കൊണ്ടുപോവാ. ഈ പറയുന്നവർക്ക് വട്ടാണെങ്കിൽ എന്തുകൊണ്ടോ ഒരുപാട് ഇങ്ങനെ ആക്കരുത് കേട്ടോ. കഷ്ടം തോന്നുന്നു. എന്നിട്ടും എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരുന്നാൽ എൻ്റെ ഭാര്യയെ എടി വാടി പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നടൻ ബാലവായിരിക്കില്ല, ന്യായം നോക്കില്ല, ചിലപ്പോൾ ഞാൻ ഇടിക്കേണ്ടി വരും. അത് ഞാനല്ല, നിങ്ങളായാലും ശരി. നിങ്ങളുടെ ഭാര്യ കെട്ടിയ പോലെ എടി വാടിനെ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ചവിട്ടി അടിക്കും. ഓക്കെ, അപ്പൊ ഈ കോകിലെ കൊണ്ടുവന്നത് എന്തിനാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അണ്ണൻ ഈ ഒരു കാര്യത്തിനാണ് വളച്ചൊടിച്ച് ഇപ്പൊ വേറെ രീതിയിലാക്കി വിടാൻ വേണ്ടിയാണ്, ഇതിനൊരു എൻഡിന് വേണ്ടിയാണ് അണ്ണൻ ഇതെല്ലാം ചെയ്ത് കൂട്ടിയത്. എന്തായാലും അണ്ണ നമിച്ച് കേട്ടോ അണ്ണന്റെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ. കാണുന്ന ജനങ്ങൾക്ക് മണ്ടന്മാരല്ല പല, അത് മനസ്സിലാക്കണം. എന്തായാലും ജസ്റ്റിസ് ഫോർ എലിസബത്തിന് തന്നെ അങ്ങനെ നടക്കും. നാളെ നിങ്ങൾ കണ്ടോ ഈ പറയുന്ന കോകിലയായിരിക്കും ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ പോകുന്നത്. എഴുതി നിങ്ങൾ ഒപ്പിട്ട് വെച്ചോ. നിങ്ങൾ അത്ര നല്ല പിള്ളയൊന്നും അല്ല, നല്ല പിള്ളയല്ല, കള്ളന, ലോകം അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഒരു വോയിസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു തുടക്കം തന്നെ. അന്യപുരുഷനെ രാത്രിയിലൊക്കെ ഒരു റൂമിൽ കയറ്റി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ തൻ്റെ മൈൻഡ് എന്താണോ? അതും ഒരു പെണ്ണിനോട് നിന്റെ വീട്ടിൽ പോകുന്നൊക്കെ. തനിക്ക് ഒന്നുമില്ലാതെ കിടന്ന സമയത്ത് തന്നെ ഇത്രയും ഇതാക്കി കൊണ്ടുവന്നതാണ്. നാണം കെട്ടവനെ, നാറി എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.